ഇവനിടുന്ന വീഡിയോസ് ഒക്കെ ഉടായിപ്പാണ്. നമ്മളെ വീഡിയോസിൽ വന്ന കുറച്ച് കമന്റുകളാണ് അത്. എന്ത് ഇവന് ഭയങ്കര ഫേക്കാണ്, ഉടായിപ്പാണ്, പറ്റിക്കൽസ് ആണ്, നിനക്ക് വേറെ വല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ. എന്നാൽ അവർക്കുള്ള ഒരു മറുപടിയാണ് കേട്ടാ. സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് ഉണ്ടാവാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ട്രാക്ടറിന്റെ 5 റുപ്പി നോട്ട് ഉണ്ടല്ലോ, അതിന് ഒരുപാട് ലക്ഷങ്ങള് രൂപ വില കിട്ടുമെന്ന് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ചിത്രമുള്ള 5 രൂപ നാണയങ്ങൾക്ക് ഒരുപാട് വില, അതായത് ലക്ഷങ്ങൾ രൂപ വില കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ചില്ലറക്കാരനിടുന്ന വീഡിയോസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫേക്ക് ആണെന്ന് പറയാൻ പറ്റൂല. കാരണം ഞാൻ അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചില്ലറക്കാരന്റെ വീഡിയോയിൽ പറഞ്ഞ 1 രൂപയുടെയും 2 രൂപയുടെയും 5 രൂപയുടെയും 10 രൂപയുടെയും നാണയങ്ങൾക്ക് യഥാർത്ഥത്തിൽ നല്ല കളക്ടേഴ്സ് വാല്യൂ ഉണ്ട്. എന്നാൽ എല്ലാ പഴയ നാണയങ്ങൾക്കും മൂല്യമുണ്ടോ? അതില്ല. ചില പ്രത്യേക ഇയറുകളും ചില പ്രത്യേക മിന്റുകൾക്കാണ് ഈ ഒരു വില ലഭിക്കുന്നത്. ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന 1970 1 രൂപ നാണയത്തിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇന്ത്യൻ 1970 1 റുപ്പി കോയിൻ വാല്യൂ എന്നടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് ഗൂഗിളിൽ അതിന്റെ റിവ്യൂ കാണാൻ പറ്റും. അതുപോലെ തന്നെ 2 രൂപയുടെ സുഭാഷ് ചന്ദ്രബോസിന്റെയും കോയിനില് നിങ്ങൾ ഗൂഗിളിൽ അടിക്കുക ഇന്ത്യൻ സുഭാഷ് ചന്ദ്രബോസ് 2 റുപ്പി 1996 കോയിൻ വാല്യൂ എന്നടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഗൂഗിളിലെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്ന കോയിനാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള 2007 പുറത്തിറങ്ങിയ 5 രൂപ നാണയം. മനസ്സിലായില്ലേ? അതും നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഇങ്ങനെ അടിച്ചാൽ മതി, ഇന്ത്യൻ 2007 യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കോയിൻ വാല്യൂ എന്നടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഗൂഗിളിലെ ആ റിവ്യൂവും കാണാം. പിന്നെ ചില്ലറക്കാരൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കോയിനാണ് 10 രൂപയുടെ യൂണിറ്റ് ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള 2005 പുറത്തിറങ്ങിയ കോയിൻ. അതും നിങ്ങൾ ഗൂഗിൾ ഒന്ന് ചെയ്തു നോക്കുക. ഇന്ത്യൻ 10 റുപ്പി യൂണിറ്റ് ഇൻ ഡൈവേഴ്സിറ്റി 2005 കോയിൻ വാല്യൂ എന്ന് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഗൂഗിളിൽ റിവ്യൂ വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി നോക്കും. ഫേക്ക് ആണെന്നും ഉടായിപ്പാണെന്നും പറ്റിക്കൽസ് ആണെന്നും തട്ടിപ്പാണെന്നും പറഞ്ഞ ആളുകളോടാണ് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഗൂഗിൾ പറയുന്നത് നിങ്ങൾക്ക് തെറ്റാണെന്ന് പറയേണ്ടത് വരും. ഇപ്പൊ മനസ്സിലായില്ലേ ചില്ലറക്കാരൻ പറയുന്നത് ഫേക്കും തട്ടിപ്പും ഒന്നുമല്ല എന്നുള്ളത്? ജെന്യുവിൻ ആയിട്ടുള്ള കാര്യമാണ്, 100% ജെന്യുവിനാണ്. ചില്ലറക്കാരന്റെ ഇതുപോലുള്ള കോയിൻസ് റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ ചില്ലറക്കാരൻ.